നിങ്ങളെല്ലാവരും ഈ സീസൺ ചാമ്പ്യൻസ് ലീഗിൽ ബോഡോ ഗ്ലിംറ്റിന്റെ പെർഫോമൻസുകൾ കണ്ട് ഞെട്ടിയിട്ടുണ്ടാവും. എന്നാൽ ആ ക്ലബിനേക്കാൾ വലിയൊരു സക്സസ് സ്റ്റോറിയുള്ള വേറൊരു ടീം ഈ വർഷം യൂറോപ്പിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ക്ലബിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളിൽ പലരും അത് വിശ്വസിക്കുമെന്ന് പോലും തോന്നുന്നില്ല. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ലോക ഫുട്ബോളിലെ ഈ സീസണിലെ ഏറ്റവും ഇൻസ്പയറിംഗ് സ്റ്റോറി അത് ഇത് തന്നെയാണ്. വെറും 2 മാസം മുമ്പ് വരെ ഞാൻ ഈ പറയാൻ പോകുന്ന ക്ലബിന്റെ സ്റ്റേഡിയത്തിലെ പിച്ച് അതൊരു ടോപ്പ് ഡിവിഷൻ ലീഗ് ലെവൽ മത്സരം നടത്താനുള്ള ക്വാളിറ്റിയിലായിരുന്നില്ല. ഈ സീസണിന്റെ തുടക്കത്തിൽ പ്രീ സീസൺ ക്യാമ്പിനായിട്ട് പ്ലെയേഴ്സ് വന്നപ്പോൾ അവരുടെ ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ പരിതാപകരമായിരുന്നു. അതുകൊണ്ട് 3 മാസം അവർക്ക് ആ ട്രെയിനിങ് ഗ്രൗണ്ട് അടച്ചിട്ട് അവിടുത്തെ പിച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. പിന്നെ അവരുടെ ഷവറുകളിൽ ഹോട്ട് വാട്ടർ ഇല്ല, ജിമ്മിൽ എലിശല്യം, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് കാണികൾക്ക് ഇരിക്കാനുള്ള ഗാലറി പോലും ഇല്ല. അതുപോലെ തന്നെ ഈ ക്ലബിന് ഓൺലൈൻ ടിക്കറ്റ് സെയിൽസും ഇല്ല. ഓരോ മത്സരത്തിന് ടിക്കറ്റ് എടുക്കാൻ അവരുടെ ആരാധകര് വെയിലത്തും മഴയത്തും തണുപ്പത്തും ക്യൂ നിൽക്കണം. എന്തിനേറെ പറയാൻ, ഈ സീസൺ ഈ ക്ലബിന്റെ പ്രസ് ബോക്സിൽ ഒരു ജേർണലിസ്റ്റ് തന്റെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഒരു പ്ലഗ് ഊരി അവിടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്തു. അതോടുകൂടി ആ സ്റ്റേഡിയത്തിലെ ഇലക്ട്രിക് സപ്ലൈ മൊത്തത്തിൽ അടിച്ചുപോയി. ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ടും ലലീഗ ക്ലബായ റയോ വായക്കാനോ യൂറോപ്പ കോൺഫറൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. റയോ വായക്കാനോന്റെ കോച്ചായ ഇനീഗോ പെറസ് ഇപ്പോഴും ആ ക്ലബിലുള്ളത് വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ആ ക്ലബിന്റെ മുൻ കോച്ചായ ആന്റണി ഇറയോള പ്രീമിയർ ലീഗിലെ ബോൺമത്തിലേക്ക് പോയപ്പോൾ പെറേസിനെയും അസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷേ ബ്രെക്സിറ്റ് നിയമങ്ങൾ കാരണം അന്നത്തെ ബ്രിട്ടീഷ് ഹോം ഓഫീസ് പുള്ളിക്ക് വർക്ക് പെർമിറ്റ് നൽകിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇറയോളയുടെ റിപ്ലേസ്മെന്റ് ആയിട്ട് പെറേസ് അവിടെ ഫസ്റ്റ് ടീം കോച്ച് ആവുന്നത്. ആൻഡ് ഇതേ ഇപ്പോ നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം റയോ വയക്കാനോ ഒരു യൂറോപ്യൻ കോമ്പറ്റീഷനിൽ എത്തിയെന്ന് മാത്രമല്ല അതിന്റെ സെമി ഫൈനലിൽ കളിക്കാൻ പോവുകയാണ്. ഫുട്ബോളിൽ സക്സസ്ഫുൾ ആവാൻ ആവശ്യമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇല്ലാത്ത ഈ ക്ലബ്ബ് ഒരു ചരിത്ര നേട്ടത്തിനടുത്താണ്. അവർ ആ ട്രോഫി അടിച്ചാലും ഇല്ലെങ്കിലും ഈ സ്റ്റോറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം.